കുറേയായി കാത്തിരിക്കുന്ന മമ്മൂട്ടി സിനിമയാണല്ലോ ബസൂക്ക. ഈ സിനിമയുടെ ഒരു അപ്ഡേറ്റ് ഇപ്പോൾ അറിയാൻ കഴിഞ്ഞിരിക്കുകയാണ്. ഇനി ഈ സിനിമയുടെ ഷൂട്ട് ആകെ 2 ദിവസത്തോളമായിരിക്കും ഉണ്ടാവുക. അതിൽ മമ്മൂട്ടിയും ഗൗതം മേനോനുമുള്ള ഭാഗങ്ങളാണ് ഇനി ഷൂട്ട് ചെയ്യാനുള്ളതെന്നാണ് അറിയാൻ കഴിയുന്നത്. നിലവിൽ ഇപ്പോൾ മമ്മൂട്ടി അഭിനയിച്ചുകൊണ്ടിരിക്കുന്നത് ഗൗതം മേനോൻ സംവിധാനം ചെയ്യുന്ന സിനിമയിലും കൂടിയാണ്. ഈ സിനിമയുടെ ശേഷം ബസൂക്കയുടെ ഷൂട്ട് ആരംഭിച്ചേക്കുമെന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. സിനിമ ഒക്ടോബർ മാസമാണ് ടീം പ്ലാൻ ചെയ്യുന്നത്. ഫഹദ് ഫാസിൽ ചിത്രമായ ആവേശം സിനിമയുടെ തെലുങ്ക് റീമേക്ക് ഇപ്പോൾ വരുന്നു. സിനിമയിൽ ഇപ്പോഴത്തെ നായകനായി ബാലയായിരിക്കും എത്തുക എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. നിലവിൽ സോഷ്യൽ മീഡിയയിൽ തന്നെ വൻ തരംഗമായി കൊണ്ടിരിക്കുന്ന ഒരു അപ്ഡേറ്റും കൂടിയാണ് ഇത്. ഈ സിനിമ ഇപ്പോഴത്തെ നിർമ്മിക്കുന്നത് തെലുങ്കിലെ തന്നെ വമ്പൻ പ്രൊഡക്ഷൻ ഹൗസായ മൈത്രി മൂവി മേക്കേഴ്സ് ആയിരിക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. ടൈഗർ ഷ്രോഫ് ചിത്രമായ ബാഗി സിനിമയുടെ 4ാം ഭാഗം വരുന്നു. സിനിമയുടെ സ്ക്രിപ്റ്റ് വർക്ക് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത്. സിനിമയുടെ ഷൂട്ട് ഒരു പക്ഷേ അടുത്ത വർഷമായിരിക്കും ആരംഭിക്കുക. പ്രഭാസിനെ നായകനാക്കി സന്ദീപ് റെഡ്ഡിവാങ്ക സംവിധാനം ചെയ്യുന്ന അടുത്ത സിനിമയാണല്ലോ സ്പിരിറ്റ് എന്ന ചിത്രം. സിനിമയിൽ ഇപ്പോഴത്തെ നായികയായി തമിഴിൽ നിന്നും തൃശ്ശൂർ എത്തിയേക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. കൂടാതെ തന്നെ സിനിമയുടെ ബഡ്ജറ്റ് 300-350 കോടിക്ക് മുകളിലും കൂടിയാണ്. ആസിഫലിയുടെ പുതിയ ചിത്രമായ ആഭ്യന്തര കുറ്റവാളി എന്ന സിനിമയുടെ പൂജ ഇന്ന് നടന്നിരിക്കുകയാണ്. സിനിമ സംവിധാനം ചെയ്യുന്നത് സേതുനാഥ് പത്മകുമാറും കൂടിയാണ്. ഈ സിനിമ ഇന്റർകാസ്റ്റ് മാരേജിനെ ബേസ് ചെയ്തേക്കുന്ന ഒരു സിനിമയായിരിക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. വിജയ് ചിത്രം തളപതി 69 എന്ന സിനിമയുടെ പുതിയ അപ്ഡേറ്റ്സ് ഇപ്പോൾ പുറത്തുവന്നിരിക്കുകയാണ്. സിനിമയിൽ ഇപ്പോൾ ഒരു പ്രധാന വേഷത്തിൽ മമ്മിന ബൈജു എത്തിയേക്കുമെന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. കൂടാതെ തന്നെ സിനിമയിൽ നായികയായി സാമന്തി ആയിരിക്കും എത്തുക. നിലവിൽ സിനിമയുടെ ലുക്ക് ടെസ്റ്റ് എല്ലാം ഇപ്പോൾ കംപ്ലീറ്റ് ആയെന്നും സിനിമയുടെ ഷൂട്ട് ഒക്ടോബറിൽ ആരംഭിച്ചേക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. സിനിമ നിർമ്മിക്കുക KVN പ്രൊഡക്ഷൻ ഹൗസും കൂടിയായിരിക്കും. സിനിമ സംവിധാനം ചെയ്യുന്നത് H വിനോദും കൂടിയാണ്. കൂടാതെ തന്നെ ഈ സിനിമ ഒരു പൊളിറ്റിക്കൽ ഫിലിം അല്ല എന്നാണ് അറിയാൻ കഴിയുന്നത്. ബേസിലും നസ്രയും ഒന്നിക്കുന്ന പുതിയ മലയാള സിനിമയാണല്ലോ സൂക്ഷ്മദർശിനി എന്ന ചിത്രം. സിനിമയുടെ ഷൂട്ട് ഇപ്പോൾ കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. കൂടാതെ തന്നെ സിനിമയ്ക്ക് മ്യൂസിക് എല്ലാം ചെയ്യുന്നത് ടർബോ സിനിമയുടെ മ്യൂസിക് ഡയറക്ടറായ ക്രിസ്റ്റോ സേവിയറും കൂടിയാണ്. സിനിമ സംവിധാനം ചെയ്യുന്നത് ജിതിനും കൂടിയാണ്. എന്തായാലും സിനിമയുടെ ഒരു ഒഫീഷ്യൽ റിലീസ് തീയതി ഉടൻ തന്നെ പ്രതീക്ഷിക്കാം. ബേസിൽ ജോസഫ് നായകനാവുന്ന മരണമാസം എന്ന സിനിമയുടെ ഷൂട്ട് ഇപ്പോൾ ആരംഭിച്ചിരിക്കുകയാണ്. ഈ സിനിമ നിർമ്മിക്കുന്നത് ടൊവിനോ തോമസും കൂടിയാണ്. സിനിമ സംവിധാനം ചെയ്യുന്നത് ശിവപ്രസാദാണ്. ഈ സിനിമ ഒരു ഡാർക്ക് കോമഡി ചിത്രവും കൂടിയാണ്. NTR പ്രശാന്ത് നിൽ കോമ്പൽ വരുന്ന സിനിമയുടെ പൂജ ഇപ്പോൾ ഈ മാസം ഉണ്ടാകുമെന്ന റിപ്പോർട്ടുകൾ. നിലവിൽ സിനിമയുടെ ടൈറ്റിൽ ഡ്രാഗൺ എന്നായിരിക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. സിനിമ നിർമ്മിക്കുക മൈത്രി മൂവി മേക്കേഴ്സും കൂടിയായിരിക്കും. സിനിമയിൽ വില്ലൻ റോളിൽ ബോബി ഡിയോളിനെ ടീം സമീപിച്ചു എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. മോഹൻലാൽ ചിത്രം റാം സിനിമയുടെ ഒരു അപ്ഡേറ്റ് ഇപ്പോൾ പുറത്തുവന്നിരിക്കുകയാണ്. ഈ സിനിമ 2 പാർട്ടിലായിട്ട് വരുന്ന ഒരു സിനിമയും കൂടിയാണല്ലോ. ഇപ്പോഴത്തെ ഈ സിനിമയുടെ സെക്കൻഡ് പാർട്ടിന്റെ ഷൂട്ട് കംപ്ലീറ്റ് ആയി എന്നാണ് അറിയാൻ കഴിയുന്നത്. ഫസ്റ്റ് പാർട്ടിന്റെ ഷൂട്ട് ഇനി 50 ദിവസത്തോളം ആയിരിക്കും ഉണ്ടാവുക. അതിൽ സിനിമയുടെ ലൊക്കേഷൻ വരുന്നത് UK, ടുണീഷ്യ, മണാലി, ഡൽഹി, കൊച്ചി എന്നീ സ്ഥലങ്ങളിലും കൂടിയായിരിക്കും.